നമ്മുടെ KSRTC ബസ്സിൻ്റെ പുറകിൽ നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് ഒരു പരസ്യം ചെയ്തിരിക്കുകയാണ്. പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ. പവർ കട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കിട്ടേണ്ട അത്യാവശ്യമായിട്ടുള്ള ഒരു സാമഗ്രിയായ ഈ കറണ്ട് ഒരിക്കലും കട്ടാവുന്നില്ല. എപ്പോഴും കറണ്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചാൽ അത് കട്ടാവുന്നില്ല. മിക്സി ഉപയോഗിക്കണമെങ്കിൽ അപ്പോൾ എപ്പോഴും അതുണ്ട്. വാഷിംഗ് മെഷീൻ ഉപയോഗിക്കണമെങ്കിൽ അപ്പോഴും ഉണ്ട്. ഫാൻ ഇടണമെങ്കിൽ എപ്പോഴും ഉണ്ട്. ലൈറ്റ് ഇടണമെങ്കിൽ എപ്പോഴും ഈ കറണ്ടുണ്ട് നമ്മുടെ വീട്ടിൽ. അതുപോലെ കേരളത്തിലെ എല്ലാ വീട്ടിലും കറണ്ടുണ്ട്. 100% വൈദ്യുതീവൽക്കരിച്ച സംസ്ഥാനം എന്നുമാണ് നമ്മൾ പറയുന്നത്. അതായത് കേരളത്തിലെ എല്ലാ വീടുകളിലും വൈദ്യുതിയുണ്ട്. എല്ലാ വീട്ടിലുണ്ടെന്ന് മാത്രമല്ല, എല്ലാ ഷോപ്പിലുമുണ്ട്, എല്ലാ ഫാക്ടറിയിലുമുണ്ട്, എല്ലാ റോഡിൽ രാത്രികളിൽ പൊതു നിരത്തിൽ കത്തിക്കുന്ന വൈദ്യുതി വിളക്കുകൾ അതുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും, ഓഫീസുകളിലും, ആശുപത്രികളിലും, വീടുകളിലുമൊക്കെ ഉണ്ട്. പക്ഷേ എന്ന് മാത്രമല്ല, അതിലൊരിക്കലും ഒരു കട്ടില്ല. എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഈ പവർ ഇങ്ങനെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ശ്രീ പിണറായി വിജയൻ നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മുടെ KSRTC ബസ്സിൽ ഇങ്ങനൊരു വലിയ പരസ്യവും എഴുതി ഈ കേരളം ഒട്ടാകെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ കാലയളവിൽ ശ്രീ പിണറായി വിജയൻ്റെ ഭരണകാലത്ത് നമ്മൾ കേട്ടു, ഈ കേരളത്തിലെ ഒരു ആശുപത്രിയിൽ കറണ്ടില്ലാത്തത് കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ കറണ്ടില്ലാത്തത് കൊണ്ട് പേപ്പട്ടി വിഷബാധയ്ക്കുള്ള വാക്സിൻ മര്യാദയ്ക്ക് സൂക്ഷിക്കാൻ പറ്റുന്നില്ല. ഫ്രിഡ്ജ് അതിന് ഇത്ര ടെമ്പറേച്ചർ സൂക്ഷിക്കണമെന്നുണ്ട്. അതുപോലെ പല മരുന്നുകളും ഇത്ര ടെമ്പറേച്ചർ സൂക്ഷിക്കണമെന്നുണ്ട്. ഇതൊന്നും നമ്മുടെ ആശുപത്രികളിൽ സൂക്ഷിക്കാൻ പറ്റുന്നില്ല കറണ്ടില്ലാത്തതുകൊണ്ട് എന്ന് നമ്മൾ വാർത്തകൾ ഈ ശ്രീ പിണറായി വിജയൻ എന്ന മഹാൻ്റെ ഭരണകാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നിട്ടാണ് ഇദ്ദേഹം ഇപ്പം നമ്മുടെ ബസ്സിൻ്റെ പുറകിൽ എഴുതി വെച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പവറിന് ഒരു കട്ടുമില്ലാതെ നിർബാധം എല്ലാവർക്കും എല്ലായിടത്തും കിട്ടുന്നുണ്ടെന്നുള്ളത്. വീടുകളുടെ കാര്യം പോട്ടെ, കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ തൃശ്ശൂർ അനുഭവിക്കുന്നതാണ്. തൃശ്ശൂർ ഏകദേശം എല്ലാ ദിവസവും തന്നെ ഏതെങ്കിലും സമയത്ത് കറണ്ട് പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഇപ്പം വരുമെന്ന് അറിഞ്ഞുകൂടാ. ഒരു വ്യവസ്ഥയില്ല. കറണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എറണാകുളത്താണേലും ഇത് തന്നെ അവസ്ഥ. കോട്ടയത്താണേലും എൻ്റെ ഇരാറ്റുപേട്ടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയും ഇത് തന്നെ അവസ്ഥ. ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോവും, എപ്പോഴെങ്കിലും വരും. അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷേ ഈ പവർ ഇല്ലാത്ത സമയങ്ങളിൽ എപ്പം വരുമെന്നെങ്കിലും പറയാനുള്ള ഒരു മഹാമനസ്കത ഈ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാരിൻ്റെ വകുപ്പിന് വൈദ്യുതി ബോർഡുണ്ട്, വൈദ്യുതി മന്ത്രിയുണ്ട്, കൂട്ടുത്തരവാദിത്വമുണ്ട്. പിണറായി വിജയനാണല്ലോ പരസ്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലാണ് ഈ കേരളത്തിലെ വൈദ്യുതി വിതരണത്തിൻ്റെ തീരുമാനങ്ങൾ എന്നുള്ളതാണല്ലോ അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇത് ഉറപ്പാക്കിയിട്ടുണ്ടോ? എല്ലാ ആശുപത്രികളിലും, എല്ലാ ഓഫീസുകളിലും, എല്ലാ ഫാക്ടറികളിലും, എല്ലാ വീടുകളിലും, സ്കൂളുകളിലും, കോളേജുകളിലുമൊക്കെ എപ്പോഴും, അതുപോലെ സ്ട്രീറ്റിലും ഒക്കെ എപ്പോഴും ഈ വൈദ്യുതി ഒരു കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ടെന്നുള്ളത്. അതില്ല എന്നുള്ളത് കേരളത്തിലെ കഴിഞ്ഞ 10 വർഷം ആയിട്ട് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും അറിയാം. എന്ന് മാത്രമല്ല, ഈ പണ്ട് കാലത്തുണ്ടായിരുന്നത് പോലെ നമുക്ക് വൈദ്യുതി ഉൽപ്പാദനം നമ്മുടെ ഇടുക്കി പദ്ധതിയോ അല്ല അതുപോലെ കേരളത്തിൻ്റെ തന്നെ പദ്ധതികളെ, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതികളെ ആശ്രയിച്ച് മാത്രം കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളിവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മളത് നമ്മളുടെ എത്രയാണോ ആവശ്യം അതനുസരിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ആളുകളുടെ എണ്ണം, വീടുകളുടെ എണ്ണം, ഓഫീസുകളുടെ എണ്ണം, കടകളുടെ എണ്ണമൊക്കെ കൂടിയപ്പോഴത്തേക്കും അത് കുറച്ച് ഉൽപ്പാദനം അതനുസരിച്ച് കൂടാത്തത് കൊണ്ട് ഒരു ചില സമയത്ത് അത് കട്ട് ചെയ്ത് നിയന്ത്രിച്ച് കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ശ്രീ പിണറായി വിജയനൊക്കെ വന്നതിന് ശേഷം ഇവരുടെ പാർട്ടി തന്നെ അച്യുതാനന്ദനൊക്കെ ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കി കൂടംകുളത്ത് സമരം ചെയ്ത് കൂടംകുളം പദ്ധതി ഒരു കാരണവശാലും നടപ്പാക്കത്തില്ല എന്ന് പറഞ്ഞ് ശ്രീ പിണറായി വിജയൻ്റെ പാർട്ടിക്കാർ അവിടെ പോയി സമരം ചെയ്ത അതേ സ്ഥലത്തുനിന്ന് തന്നെ ഇപ്പോൾ വൈദ്യുതി കൊണ്ടുവന്ന് ആണ് ഇവിടെ നമുക്ക് ഈ വിതരണം നടത്തുന്നത്. അല്ലാതെ ഇവിടെ കൂടുതലായിട്ട് വൈദ്യുതി ഒരിടത്തും ഉൽപ്പാദിപ്പിച്ചിട്ടില്ല. ആക്ച്വലി ഈ സോളാർ ആയിട്ട് കൂടുതൽ ഉപയോഗിക്കാം. ഇത്രയും സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണ്, കൂടുതലായിട്ട് ഉപയോഗിക്കാം.
അതുപോലെ കടലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാം, കാറ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാം. പല വിധത്തിൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെങ്കിലും വേസ്റ്റ് ടു എനർജി എന്ന് പറഞ്ഞ പരിപാടി പല രാജ്യങ്ങളിലും ചെയ്യുന്നുണ്ട്. വേസ്റ്റിൽ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിക്കാം. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ നമ്മൾ സമരം ചെയ്ത് നടത്തണ്ട എന്ന് പറയുന്ന കൂടംകുളം പദ്ധതിയിൽ നിന്ന് തന്നെ പിന്നീട് ഒരു നാണമില്ലാതെ കറണ്ട് വാങ്ങിച്ചാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുവരുന്നത്. കേന്ദ്ര ഗ്രിഡിൽ നിന്ന് കൊണ്ടുവരുന്നു. എന്നിട്ട് കൂടുതൽ വിലയ്ക്ക് ഇവിടെ കേരളത്തിലെ സാമാന്യ ജനങ്ങൾക്ക് അത് വിതരണം നടത്തുന്ന ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. വെറും ഒരു ഉൽപ്പാദിപ്പിക്കുന്ന തമിഴ്നാട്ടിൽ നിന്ന് കേന്ദ്ര ഗ്രിഡിൽ നിന്നൊക്കെ കടം വാങ്ങിച്ച് അല്ലെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിച്ച് കൂടിയ വിലയ്ക്ക് കേരളത്തിലെ ആൾക്കാർക്ക് കൊടുക്കുന്ന അത് ആർക്കും ചെയ്യാൻ പറ്റുന്ന, അതിന് പ്രത്യേകിച്ച് വലിയ വൈദഗ്ധ്യമോ വിവരമോ ഒന്നും ആവശ്യമില്ലാത്ത ഈ പണി ചെയ്യുന്ന ശ്രീ പിണറായി വിജയൻ്റെ സർക്കാർ, പിണറായി വിജയൻ്റെ പടവും വെച്ചിട്ട് അദ്ദേഹം ഇവിടെ വലിയ മലമറിച്ചു, വലിയ ആനക്കാര്യം ചെയ്തു എന്നും പറഞ്ഞ് ഈ ആനയുള്ള സർക്കാരിൻ്റെ എംബ്ലമൊക്കെ വെച്ചിട്ട് ആനവണ്ടിയിൽ തന്നെ ഇങ്ങനെ ആനക്കാര്യം ചെയ്തതായിട്ട് പരസ്യം ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ് ശ്രീ പിണറായി വിജയൻ. എന്താണ് ഈ പിണറായി വിജയൻ്റെ വ്യക്തിത്വത്തെ പറ്റി നമുക്ക് തോന്നുക? വെറുതെ ഒരു ഉളുപ്പുമില്ലാതെ കള്ളം പറഞ്ഞ് ഇങ്ങനെ ഇലക്ഷൻ സമയമാകുമ്പോഴത്തേക്കും ഇങ്ങനെ തുടർഭരണം കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ കള്ളങ്ങളൊക്കെ പറയുന്നത്. ഈ ഹിറ്റ്ലർക്ക് തുടർഭരണം കിട്ടാൻ വേണ്ടി ഗീബൽസ് എന്ന് പറയുന്ന ഒരാൾ ഇതുപോലെ 10 വർഷവും കള്ളം പറഞ്ഞ് 11ാമത്തെ വർഷം തുടർഭരണം ഹിറ്റ്ലർക്ക് കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇങ്ങനെ നിരന്തരം കള്ളം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കക്ഷിയായിരുന്നു ഗീബൽസ്. അപ്പം തുടർഭരണത്തിന് വേണ്ടി നിരന്തരം കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരത് വിശ്വസിക്കുമെന്നുള്ള ഒരു തന്ത്രമാണ് പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളോട് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഈ പറഞ്ഞ ഈ കള്ള പ്രൊപ്പഗൻഡയിൽ വീഴുമോ?